ടോണി, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെമ്മറി കാർഡാണ്. സാധാരണ സാഹചര്യത്തിൽ ആ മെമ്മറി കാർഡ് ആർക്കൊക്കെയാണ് ആക്സസ് ഉള്ളത്, ആർക്കൊക്കെയാണ് അത് എടുത്തു മാറ്റാൻ കഴിയുക? സാധാരണ ഈ മെമ്മറി കാർഡ് നമ്മുടെ യൂണിറ്റിൽ തന്നെ യൂണിറ്റ് ഓഫീസർക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ യൂണിറ്റ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ADO അതിൽ ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ഈ മെമ്മറി കാർഡ് എടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. പക്ഷേ ഇത് നമ്മളിപ്പോൾ വണ്ടി സർവീസിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് നിർത്തുകയും ആ ബസ് സർവീസിന് പോയിട്ട് വന്ന് നമുക്ക് ബാക്കിയുള്ള വീഡിയോ ദൃശ്യങ്ങളെല്ലാം കള്ളമെന്ന് പറയുകയും തുടർന്ന് ഈ ബസ്സിലെ CCTV ദൃശ്യം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും എന്നുള്ള ഒരു നിഗമനത്തിലോട്ട് പോലീസ് എത്തിച്ചേരുകയും 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഈ മെമ്മറി കാർഡ് പരിശോധനയ്ക്കായി പോകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മാധ്യമങ്ങളെയൊക്കെ അറിയിച്ച് നമ്മൾ മെമ്മറി കാർഡ് എടുക്കാൻ പോവുകയാണ്, നിങ്ങളും വരൂ. ദുർബലമായ സംവിധാനമാണോ? ഞാൻ പറഞ്ഞത് ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് കൺസോൾ എന്നൊക്കെ പറയുന്ന അത്ര ദുർബലമായ സംവിധാനമാണോ? ആർക്കും കയറി മെമ്മറി കാർഡ് മൂരിയെടുത്തുകൊണ്ട് പോകാൻ കഴിയുന്ന സംവിധാനമാണോ ഈ KSRTC ബസ്സിലെ ഈ പറഞ്ഞ CCTV, കാശ് മുടക്കി സ്ഥാപിച്ച CCTV? അതെ, തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ സാധിക്കൂ. കാരണം ഇതിന് പ്രത്യേകിച്ച് ഒരു 40-50 ബസ് ഒതുക്കിയിരുന്ന ഒരു ഡിപ്പോയിൽ അവിടെ വേറെ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പം അതിനകത്ത് ഒരാൾ വന്ന് ഇതിനകത്ത് മെമ്മറി കാർഡ് അപഹരിക്കണമെന്നുള്ള രീതിയിൽ വന്ന് അപഹരിച്ചുകൊണ്ട് പോയാൽ അത് കണ്ടുപിടിക്കേണ്ട സംവിധാനം മാനേജ്മെന്റാണ് കാണിക്കേണ്ടത്. ഈ ലക്ഷങ്ങളും കോടികളും KSRTC മുടക്കുമ്പോൾ അത് ഫലപ്രദമാകുന്ന രീതിയിൽ ആ ബസ്സിൽ വെച്ചൊരു കൊലപാതകം ഉണ്ടായെന്ന് വെക്കുക. ആ കൊലപാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ CCTV ദൃശ്യങ്ങളാണെന്ന് വെക്കുക. അത് രാത്രി തൊട്ട് ആർക്ക് കയറി ഉരുക്കൊണ്ട് പോവാം. അതെന്ത് സംവിധാനമാണ് സാർ? അതെന്ത് സംവിധാനമാണ്? ഈ സംവിധാനത്തിന്റെ മറുപടി പറയേണ്ടത് KSRTC മാനേജ്മെന്റും അതിന്റെ തലപ്പത്തുള്ളവരുമാണ്. ഒന്ന്, പിന്നെ ഇത് പോലീസ് ഒരു കൊലപാതക കേസിലെ പ്രതിയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ യദുവിനെ വഴിയിൽ വെച്ച് തടഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പോലീസ് കൃത്യമായിട്ട് അന്ന് ആ മെമ്മറി കാർഡ് വണ്ടി കസ്റ്റഡിയിൽ എടുത്തു. യാത്രക്കാരെ പൊതുവഴിയിൽ ഇറക്കി വിട്ടു. അവരെ തിരിച്ച് തമ്പാനൂരെങ്കിലും എത്തിക്കേണ്ട ഒരു മര്യാദ കാണിക്കാതെ അവിടെ യാത്രക്കാരെ പൊതുവഴിയിൽ ഇറക്കി വിട്ടപ്പോൾ എന്തുകൊണ്ട് ആ മെമ്മറി കാർഡ് അവരെടുത്തില്ല? അല്ലെങ്കിൽ അന്ന് ആ വണ്ടി കസ്റ്റഡിയിൽ എടുത്താൽ മതിയായിരുന്നല്ലോ പോലീസിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇത് പോലീസും രാഷ്ട്രീയമായിട്ട്, അതായത് ഇപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട മേയർ ചെയ്തത് ശരിയെന്ന് വരുത്തി തീർക്കണം. നമ്മൾ CCTV ദൃശ്യങ്ങളിൽ കണ്ടതാണ് കാർ കൊണ്ട് വട്ടം പിടിക്കുന്നത്, സ്വീപ്ര ലൈനിൽ വട്ടം പിടിക്കുന്നത്. എന്നിട്ട് അത് 2 ദിവസം, ശനിയാഴ്ച രാത്രി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ച രാവിലെയാണ് ബോധം ഉണ്ടാവുന്നത് ആ വണ്ടിക്കകത്ത് ഇതുണ്ടെന്ന്. ഞാൻ എത്താം.